ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. ഇതൊരു ക്വിക്ക് റീഡിംഗ് ആണ്. ഞാൻ ഇന്ന് ഡീറ്റെയിൽ റീഡിംഗ് ഇടുന്നില്ല, ജനറൽ റീഡിംഗ് മാത്രമേ ഇടുന്നുള്ളൂ. ഓർക്കിൾസ് ഒന്നും ഇടുന്നില്ല. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഓക്കെ, നോക്കാം. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡാണ്. അപ്പോൾ കുറേ കാർമിക് ബാഗേജ് ക്ലിയർ ചെയ്യുന്നു എന്നാണ്. കുറേ കർമാസ് ക്ലിയർ ചെയ്തിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് കാണുന്നത്. ഫുൾ കാർഡ് പറയുന്നത് പാസ്റ്റിലുള്ള കുറേ കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾ എൻഡായിട്ടുണ്ട്, അതിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് ഫുൾ കാർഡ് പറയുന്നത്. ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നതും കൂടിയാണ്. അതുപോലെ ഇന്നൊരു യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ യാത്ര പഴയ കർമ്മങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതിൻ്റെ തുടക്കം എന്ന നിലയിലുള്ളൊരു യാത്രയായിട്ടാണ് കാണുന്നതാണ് ഫുൾ കാർഡ് പറയുന്നത്. സെക്കൻഡ് വൺ ഏസ് ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ ഒരു പുതിയ ലവ്, ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആരോടെങ്കിലും തോന്നാകാം. അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതാകാം. വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയിട്ടുള്ള ആളുകളാവാം. അത് ഇന്ന റിലേഷൻഷിപ്പ് എന്ന് ഒന്നുമില്ല, ഏത് ബന്ധമാകാം. ഹസ്ബൻഡ് ആൻഡ് വൈഫാകാം, അച്ഛനും അമ്മയാകാം, മക്കളാവാം, ആരുമാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നെയ്ബേഴ്സ് ആകാം, കോവർക്കേഴ്സ് ആകാം. അപ്പോൾ അവിടെ ഒരു പുതിയ ലവ് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ വളരെ പുതിയ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മുമ്പുണ്ടായിരുന്ന ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒരാൾ, പിണങ്ങിപ്പോയിരുന്ന ഒരാൾ, അവിടെ ഒരു പുതിയ ഡയമെൻഷൻ ലഭിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് സ്പിരിച്വലി തന്നെ അവേക്കനിങ് ഉള്ളതുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ലവ് ആണ് കേട്ടോ ഏസ് ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് വേൾഡ് കാർഡാണ്. അപ്പോൾ ഫുൾ കാർഡും വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. ഒരു കംപ്ലീഷനാണ്, ഒരു സക്സസ് ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യം അവസാനിച്ചും പോകുന്നുണ്ട്, ഒരു പുതിയ കാര്യം തുടങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇത് ഒരു കാർമിക് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ എൻഡുമാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ ലെസൺസിൻ്റെ എൻഡുമാണ്, ഒരു സ്പിരിച്വൽ ലെസൻ്റെ ബിഗിനിങ്ങുമാണ്. അപ്പോൾ എപ്പോഴും ഒരു അവസാനം എന്നൊരു കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു ബിഗിനിങ് എന്നുള്ള കാർഡും വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെന്തോ ഒരു കാര്യം ഇന്നേ ദിവസം അവസാനിച്ച് പോകുന്നുണ്ട്, ഒരു കാർമിക് സിറ്റുവേഷനാണ് അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വേൾഡ് കാർഡുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കാർമികമായിട്ടുള്ളൊരു വലിയ ഡെപ്റ്റ് അവസാനിക്കുന്നത്, അതിൽ നിന്ന് പുതിയ പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ പുതിയൊരു യാത്ര തുടങ്ങുന്നതും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ടെമ്പറൻസിൻ്റെ കാർഡാണ്. ഒരു കോംപ്രമൈസ് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് വരുന്നതാകാം, അവിടെ ഒരു കോംപ്രമൈസ് നടക്കുന്നതാവാം. അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ബാലൻസ് വരുന്നതാകാം. നിങ്ങൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെ നിന്നൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ അഡ്ജസ്റ്റഡ് ആവുന്നതാകാം. അങ്ങനെ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ ഇന്നേ ദിവസം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ടെമ്പറൻസിൻ്റെ കാർഡ്. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒന്നിലധികം കാര്യങ്ങൾ, മൾട്ടി ടാസ്കിങ്ങിൻ്റെ ദിവസമാണ്. ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ വരും. ഒരുപാട് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസും മൾട്ടിപ്പിൾ ചോയ്സസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആകും, ഏതാണ് ചെയ്യേണ്ടാത്തത്, അല്ലെങ്കിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടാത്തത്. അങ്ങനെ നമ്മൾ ഇല്യൂഷൻഡ് ആകും. നമുക്ക് ഒരു മായിക തോന്നും, കാണുന്നെല്ലാം മായയാണ് എന്ന് നമുക്ക് തോന്നും. ഇതിലെല്ലാം ഒരു കാര്യമൊന്നുമില്ല, ഇതെല്ലാം നടക്കാനാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോളും. അതുകൊണ്ട് നമ്മളിങ്ങനെ വലിയ പ്രിഫറൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ഒന്ന് ചപലതപ്പെടാൻ സാധ്യതയുള്ളതായിട്ടാണ് 7 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് എന്നും ചെയ്യുന്നത് അമ്മായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്ത് പരിശീലിച്ച് വന്ന കാര്യങ്ങളിൽ ഓവർ വർക്കും ചെയ്യേണ്ടി വരും. ഇവിടെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്നും ചെയ്യുന്ന കാര്യത്തിൽ ഓവർ വർക്ക് ചെയ്യുകയും അതിൽ ഒരു മാസ്റ്റർ എടുക്കുക, അല്ലെങ്കിൽ എന്നും ചെയ്യുന്ന കാര്യം കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരിക, ചിലപ്പോൾ മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസമാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ അതിന് ഗുണമുണ്ട്, കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടും, അതിന് കൂടുതൽ ഏർണിങ് കിട്ടും, കൂടുതൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് മജീഷ്യൻ്റെ കാർഡാണ്. നിങ്ങളിന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും,
ഒരുപാട് ഇന്ന് ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റക്കാവുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ നിങ്ങളിന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ രാവിലെ മുതൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം വഴിപാടുകൾ ചെയ്യുക, പൂജ ചെയ്യുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ഒരു കാര്യത്തിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുക, ആ കാര്യത്തെ വിഷ്വലൈസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അതൊക്കെയാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് നന്നായി മാനിഫെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാൻ, പുതിയ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം തുടങ്ങാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പിന്നെന്താണ് മാനിപ്പുലേഷൻസ് നടക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് കൂടി ആളുകൾ സംസാരിക്കുമ്പോൾ അവിടെ മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആളുകളെ വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് 4 ഓഫ് കപ്സ് ആണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും വഴക്ക് പറയുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കായിട്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് കുറേ ചോദ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നതാകാനും സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് അതായത് നിങ്ങളുടെ ഒരു അധികാരിയായിരിക്കാം, നിങ്ങളുടെ കോവർക്കേഴ്സ് തന്നെ ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ തന്നെ ആയിരിക്കാം. അങ്ങനെ ആകാം. അവർ നിങ്ങളെ സംശയിച്ചുകൊണ്ട് നിങ്ങളെ ചോദ്യം ചെയ്യുക, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഈ ക്വീൻ ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു ഇഷ്ടമില്ലായ്മ നമ്മൾ കാണേണ്ടി വരും. അതാണ് ക്വീൻ ഓഫ് സോർഡ്സ്. ലാസ്റ്റ് കാണുന്നത് 7 ഓഫ് സോർഡാണ്. ഒരു ചതി വരുന്നുണ്ട്, ചതിയുടെ കാർഡാണ് 7 ഓഫ് സോർഡ്. അപ്പം ഇത് ക്വീൻ ഓഫ് സോർഡ്സും 7 ഓഫ് സോർഡ്, ഈ ക്വീൻ നോക്കുന്നത് 7 ഓഫ് സോർഡിലേക്ക് ആയതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളുകൾ തിരിച്ചു വരികയോ, അല്ലെങ്കിൽ നിങ്ങൾ ചതിച്ചിട്ട് പോയതാവാം, നിങ്ങളെ ചതിച്ചതാവാം, അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർ നിങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പേജ് ഓഫ് സ്വോർഡ്സ് ആണ് ബോട്ടം വന്നേക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് ആരോ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പാസ്റ്റിലത്തെ എന്തോ ഒരു കാര്യം കർമ്മ ക്ലിയറായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വേൾഡ് കാർഡുണ്ട്, ഫുൾ കാർഡുണ്ട്, ക്വീൻ ഓഫ് സോർഡ് ഉണ്ട്, അതുപോലെ 7 ഓഫ് സോർഡും ഉണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് ആരോ ഒരാൾ വരുന്നുണ്ട്. 2 കാർഡ് പാസ്റ്റിൻ്റെ ഉണ്ട്. പാസ്റ്റിലത്തെ ചീറ്റിംഗ് ആണ്. അപ്പോൾ അവർ വരുന്നുണ്ട്, അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് ടെൻസ്ഡ് ആകാനും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിക്കാനും ഒക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അവിടെ കോംപ്രമൈസ് നടക്കാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ ഇന്ന് ഏഞ്ചൽസ് ഓറക്കിളൊന്നും എടുക്കുന്നില്ല, ഈ റീഡിങ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.